കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ആനക്കഥകളുമായും ചേർന്നതാണ് അല്ലെ. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് തൊട്ട് ഈ ആനക്കൂട്ടവും ആനപ്പടയും ഒക്കെ നമ്മുടെ ചരിത്രവുമായി ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ ആനകളെ എത്ര കണ്ടാൽ നമുക്ക് മതി വരാത്തൊരു കാര്യം കൂടിയാണ്. കടൽ, ആന, ഇതൊക്കെ എപ്പോഴും നമ്മുടെ നമ്മുടെ കൗതുകങ്ങളിൽ ഒന്നായിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗജരാജാക്കന്മാരുടെ ചരിത്രം പേരുന്ന കൊല്ലത്തെ പുത്തൻകുളത്തേക്കാണ് അടുത്ത യാത്ര. അവിടെ ഒരു ആനക്കുകൾക്കായി മാത്രം ഒരു താവളമുണ്ട്. ആ ആനത്താവളത്തിന് വിശേഷങ്ങൾ അറിയാം അടുത്ത യാത്രയിലൂടെ. നമസ്കാരം. വീണ്ടും കൊല്ലത്തെ കാഴ്ചകളിലേക്കാണ്. കായലും കടലും കൊല്ലത്തെ മീൻ വിഭവങ്ങളുടെ രുചിയുമെല്ലാം ആസ്വദിച്ച നമ്മൾ കൊല്ലത്തെ മറ്റൊരു കാഴ്ചയിലേക്കാണ് ഇന്ന് പോകുന്നത്. കൊല്ലത്തെ ഒരു ആനത്താവളമുണ്ട്. കേൾക്കുമ്പോൾ എല്ലാവരും ആനത്താവളമോ എന്ന ചോദ്യം ഉയർത്തിയേക്കാം. അത്തരമൊരു ആനത്താവളമുണ്ട് കൊല്ലം ജില്ലയിൽ. ആനത്താവളത്തിലേക്കാണ്, കാവേരി ആനത്താവളം. എത്രയെത്ര ആനകളും ആനക്കഥകളുമാണ് ഇന്നും മലയാളിയുടെ മനസ്സിൽ തല ഉയർത്തി നിൽക്കുന്നത്. രൗദ്ര സൗന്ദര്യത്തിൽ കടലെന്ന പോലെ ആസ്വാദനമേകുന്ന വിധമാണ് ഗജവീരന്മാരുടെ കാര്യവും. സുപ്രസിദ്ധിയും കുപ്രസിദ്ധിയും നേടിയ ആനകൾ ഏറെയുണ്ട് ഈ കൊച്ചു കേരളത്തിൽ. ആന കേരളത്തിന്റെ തലപ്പൊക്കങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കൊല്ലം പുത്തൻകുളത്തെ കാവേരി ആന പാർക്ക്. 4.75 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്ത് പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങളും വൈവിധ്യമാർന്ന ഇക്കോ ടൂറിസം. ഇതാണ് നമ്മുടെ ഈ ആനത്താവളത്തിന്റെ അമരക്കാരൻ. ചേട്ടാ നമസ്കാരം. ഷൈജടാ, ഈ കൊല്ലത്തൊരു ആനത്താവളം, അത് എന്താണ് അത്തരം ഒരു ആശയത്തിന് പിന്നിൽ? കേരളത്തിലെ ആനത്താവളത്തിൽ രണ്ടാമതാണ്. ഗുരുവായൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇവിടെയാണ് പുത്തൻകുളം ആനത്താവളം. കാവേരി എലിഫന്റ് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ആനകളുണ്ട്, പിന്നെ പാർക്കുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. 50 വർഷത്തെ ആന കേരളത്തിന്റെ കഥ പറയാനുണ്ട് കാവേരി ആന പാർക്കിന്റെ ഉടമയായ പുത്തൻകുളം ഷാജിയേട്ടന്. നമ്മൾ ഏകദേശം 50 വർഷം കൊണ്ട് ആന വളർത്തുന്നുണ്ട്. അച്ഛന്റെ കാലത്ത് തന്നെ ആന വളർത്തുന്നുണ്ട്. പിന്നെ ആദ്യമേ ഒരാന ഉണ്ടായിരുന്നു, പിന്നെ അതിൽ കൂടി നേരത്തെ കൂടുതൽ ആനകളുണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ധാർമ്മിക മൃഗസങ്കേത കേന്ദ്രമാണ് കാവേരിയിലെ ഈ ആനത്താവളം. വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ആനകളുമായി ഇത്ര അടുത്തിടപഴകാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ കേരളത്തിൽ ഇല്ലെന്ന് ഉറപ്പിച്ചു പറയാം. നന്നായി നിരീക്ഷിക്കപ്പെടുന്നതായ അന്തരീക്ഷത്തിൽ ആനകളുമായി അടുത്തിടപഴകാൻ സൗകര്യമുണ്ട്. പുത്തൻകുളം ഗംഗ എന്ന പിടിയാനയാണ് കാവേരി ആന പാർക്കിലെ പ്രധാന ആകർഷണം. കാവേരി ആന പാർക്കിലെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആനയാണിത്. ഗംഗ എന്നാണ്. ആർക്കും അടുത്തു പോകാം, അടുത്തിടപഴകാം, ഒരു പ്രശ്നവുമില്ല. ഗംഗയാണ് ഇവിടുത്തെ കുട്ടികളുടെയും ഇവിടെ എത്തുന്ന സന്ദർശകരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആന. ഉടമസ്ഥന്മാരെല്ലാം ആനകളെ നല്ലതുപോലെ നോക്കും. കാരണം ആനകളില്ലല്ലേ. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എല്ലാവരും നല്ല രീതിയിലാണ് നോക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ നിയമം വരുന്ന 1 ദിവസം എഴുന്നള്ളിച്ചിട്ട് 2 ദിവസം എഴുന്നള്ളിക്കരുത്. അതൊക്കെ ആകുമ്പോഴത്തേക്ക് ക്ഷേത്രങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ഉടമസ്ഥന്മാർക്കും അത് തന്നെ. കേരളത്തിലെ ആനപ്പെരുമയുടെ ചരിത്രത്തിലെ പ്രധാന ഏടുകളിലെല്ലാം പുത്തൻകുളം എന്ന പേരും ഷാജി എന്ന പേരും ചേർത്ത് വെച്ചിട്ടുണ്ടാകും. ആനക്കേരളത്തിന്റെ തലപ്പൊക്കങ്ങളായ ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കരനും, പട്ടത്ത് ശ്രീകൃഷ്ണനും, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭനും, ചെർപ്പുളശ്ശേരി രാജശേഖരനും, ഗജസൗന്ദര്യത്തിന്റെ പ്രതീകമായ മംഗലാംകുന്ന് ഗണപതിയും, നാഗമാണിക്യം പുത്തൻകുളം കേശവനും, പ്രായക്കുറവിൽ ഉയരത്തിലൊന്നാവനായ പുത്തൻകുളം അനന്തപത്മനാഭനും, പുത്തൻകുളം മോദിയും പുത്തൻകുളം രാജശേഖരനുമെല്ലാം കാവേരി ആനത്താവളത്തിന്റേതായിരുന്നു. ഇന്ന് കേരളത്തിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാവേരി ആനത്താവളത്തിലേക്ക് എത്തുന്നവർ നിരവധിയാണ്. നല്ല ആനയുടെ അടുത്ത് പോവാൻ പേടിയില്ലാതെ കുട്ടികൾക്ക് ആനയുടെ അടുത്ത് പോകാനുള്ള ഒരിതുണ്ടായിരുന്നു.
നല്ലതായിരുന്നു. നല്ല ഹോസ്പിറ്റാലിറ്റി നല്ലതായിരുന്നു. കുട്ടികൾക്ക് അടുത്ത് നിന്ന് ആനയെ തൊടാം. അതുപോലെ ആനയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. എല്ലാവരും ഫോട്ടോ എടുത്തു. ഇൻഡിവിജ്വലി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അവർക്ക്. എനിക്കിവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു സ്ഥലമാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. മൈ നെയിം ഇസ് ധ്രുവി മോഹൻദാസ് ഫ്രം KG2. ഞാൻ ആനയെ കണ്ടു, പക്ഷെ ഞാൻ ആന തൊടില്ല. എനിക്ക് ആന പേടിയാ. ഇവിടെ നല്ല സൂപ്പറാ, കുറെ സ്ഥലമുണ്ട് കളിക്കാൻ. സഞ്ചാരികൾക്ക് ആനകളുടെ പ്രത്യേകത മുതൽ ആന പരിപാലനത്തിന്റെ എല്ലാ വിവരങ്ങളും പറഞ്ഞു നൽകാൻ പരിശീലനം ലഭിച്ചവരും ഇവിടെയുണ്ട്. ആനകൾ മാത്രമല്ല, വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികളുടെ ശേഖരവും പാർക്കിന്റെ ഭാഗമാണ്. ദിവസത്തിൽ ഒരു 50-60 പരിപാടിയേ കിട്ടുള്ളൂ. അതുകൊണ്ട് വേണം ഇതിൻ്റെ ചിലവും ആനപ്പാപ്പാന്മാർ ഇപ്പോൾ പാപ്പാന്മാരെ തന്നെ കിട്ടാൻ പ്രയാസമാണ്. കാരണം ഇത്രയും പരിപാടി കൊണ്ട് അവർക്ക് കുടുംബത്തെ നയിക്കാനുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും അവർ പറയും എഴുന്നള്ളത്തുണ്ടെങ്കിലേ നമുക്ക് നിൽക്കാൻ ഒക്കുകയുള്ളൂ, ജോലിക്ക് വരാൻ ഒക്കുകയുള്ളൂ, കുടുംബം നോക്കണമെന്ന് എപ്പോഴും പറയും. നമ്മൾ കൊടുക്കുന്നതിന് ലിമിറ്റുണ്ട്. കേരളത്തിന്റെ കഥാസരിത സാഗരമായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല 8 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചപ്പോൾ ഓരോ ഭാഗത്തിലെയും അവസാന അധ്യായം കേരളത്തിലെ പ്രശസ്ത ആനകളെ കുറിച്ചായിരുന്നു. ആനയെയും ആനക്കഥകളെയും മലയാളികൾ എന്നും നെഞ്ചിലേറ്റിയിരുന്നു എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണിത്. ആനയില്ലെങ്കിൽ മലയാളിക്ക് എന്ത് പൂരം, എന്ത് ആഘോഷം. പ്രകൃതിയുടെ മനോഹാരിതയിൽ സഹ്യപുത്രന്മാരുമായി അടുത്തിടപഴകാൻ കാവേരി പാർക്കിലേക്ക് നിങ്ങൾക്കും എത്താം. ഇവിടെ ഈ ഗജകേസരികൾ നിങ്ങളെ കാത്ത് നിൽക്കുകയാണ്. കൊല്ലത്ത് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ് 24. അപ്പോൾ അത് പൊളിയാണ്. ആനത്താവളം അറിയാത്ത പ്രേക്ഷകർക്കുണ്ടെങ്കിൽ നേരെ കൊല്ലത്തേക്ക് വെച്ച് പിടിക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ ആനകളെ കണ്ട് മനം നിറയ്ക്കാം.